ഉണ്ടാക്കാവേ. ഷോ എപ്പോഴും പറയില്ലേ വീട്ടിൽ മമ്മി ഒരു കറുപ്പിച്ചെടുക്കുമെന്ന്. നമുക്ക് കറക്കുമെന്ന് നോക്കാം കേട്ടോ. എത്രത്തോളം കറക്കുമെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാലപ്പൊടിയെല്ലാം, പിന്നെ ഒരു സവോള, കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്ക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ 2 വിസിൽ. ഓക്കെ, ഇനി അവിടെ ഇരിക്കട്ടെ. കുക്കറിൽ 2 വിസിൽ അടിച്ച് കഴിഞ്ഞ് എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ചാറിൻ്റെ ആവശ്യമില്ല, അതൊന്ന് വറ്റിച്ചെടുക്കണേ. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സവോള അരിഞ്ഞത്, പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടി കേട്ടോ. ഷോ എപ്പോഴും പറയും ബ്ലാക്ക് കളറാക്കിട്ടാ, കറുപ്പിച്ചിടാ വീട്ടിൽ മമ്മി ഉണ്ടാക്കുന്ന പോലെ ആക്കിത്തരാം. ഞാൻ കുറേയൊക്കെ ശ്രമിക്കും, ചിലപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. എന്നുണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് അങ്ങനെയും കൂടെ ചെയ്യണം. ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങൊന്ന് വഴച്ചെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചേക്കുന്ന ബീഫ് അങ്ങോട്ടേക്ക് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് വഴച്ചെടുത്താൽ മതിയേ. സവോളയൊക്കെ ഈ ഒരു പരുവമായി വഴണ്ട് വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി മാത്രം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാതെ. കുക്കറിൽ അടിച്ച് കഴിഞ്ഞപ്പം ഒരു ഇച്ചിരി ചാറുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ തന്നെ വെച്ച് വെള്ളം വറ്റിച്ചെടുത്ത് അധികം ചാറോടുകൂടി ഒഴിച്ചാൽ വഴറ്റി വരുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ബീഫ് കൂടുതലായിട്ട് വെന്ത് പോയിട്ട് ഇതിൽ മസാല മുഴുവൻ കിട്ടാനായിട്ട്. ഇനി അത് കാരണം അത് കലക്കാൻ പറ്റത്തില്ല, കാരണം അത് പൊടിഞ്ഞു പോകും ബീഫ്. കാരണം ഇനി മസാല ഇടാഞ്ഞിട്ട് കറക്കാണ്ട് പോയാലോ. ഇവന്മാരെ എല്ലാം കൂടി അങ്ങോട്ട് നമുക്ക് കൂട്ടി മിക്സ് ചെയ്യാം. ഇതാ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ തീയിലിരുന്ന് എണ്ണക്കകത്തിരുന്ന് ഇങ്ങനെ വെന്ത് വരട്ടെ. നീറി വേഗൂലേ, അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. ഇളക്കി തുറന്ന് പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ലാസ്റ്റ് കരിഞ്ഞിരിക്കുന്നതായിരിക്കും കാണാം. കുറച്ച് പെപ്പറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്നും വിളിക്കുന്നതാണ് നമ്മുടെ പണി കഴിഞ്ഞില്ല ചോദിക്കാണ്ട് വിളിച്ചത് നമ്മുടെ ആൾക്കാരുടെ സ്നേഹമേ. എന്താണ് ഇവരുടെ അവസ്ഥ? ഇതാണ് അവസ്ഥ. ഇതുപോലെ തന്നെ നല്ല പോത്തിറച്ചി നമുക്ക് ചെയ്തെടുക്കാവേ. ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെ രാവിലെ ഒന്നും കൂടെ ചൂടാക്കുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളർ ആവും കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വേഗം വന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ചോ. എല്ലാവരും കഴിക്കില്ല എന്നറിയാം കേട്ടോ. എന്നാലും കഴിക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യാവേ.